Hello again. Today we'll do the third biasing circuit, that is voltage divider bias circuit. Voltage divider bias circuitന്റെ പേര് തന്നെ കേട്ടാൽ അറിയാം അതിനകത്തൊരു വോൾട്ടേജ് ഡിവൈഡർ സെറ്റപ്പ് ഉണ്ടെന്നുള്ളത്. ആൻഡ് ഒബ്വിയസ്ലി അങ്ങനെ തന്നെയാണ് ഇവിടെ സംഭവിക്കുന്നത്. ഇവിടെ ഒരു വോൾട്ടേജ് ഡിവൈഡർ വഴിയാണ് നമ്മൾ ഈ സർക്യൂട്ടിനെ ബയസ് ചെയ്യുന്നത്. വോൾട്ടേജ് ഡിവൈഡർ പാർട്ടാണ് ഈ കാണുന്നത്, R1 R2. ഈ R1 R2 റെസിസ്റ്റേഴ്സ് രണ്ടും കൂടി ഒരു വോൾട്ടേജ് ഡിവൈഡർ ഫോം ചെയ്യുന്നുണ്ട്. ആ വോൾട്ടേജ് ഡിവൈഡർ ആണ് നമ്മുടെ ട്രാൻസിസ്റ്ററിനെ ബയസ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് വോൾട്ടേജ് ഡിവൈഡർ ബയസ് സർക്യൂട്ട് എന്ന പേര് തന്നെ വന്നത്. ഓക്കെ, so you have R1 and R2 and it acts as a voltage divider. The current through R1 is I1, current through R2 is I2, and the current that flows into the base of the transistor is IB, as always. Okay, you have the collector resistance, emitter resistance, and the capacitors which help to pass AC and bypass any or block any DC. Okay, now let us try to understand. നമ്മൾ അനാലിസിസിലേക്ക് പോകുന്നതിന് മുമ്പ് let us try to understand the input section of this circuit. Okay, now to analyze the input section, we need to break down this input section into net or equivalent resistance and voltage. In other words, what I want to do is I need the equivalent voltage and resistance at the input. Input എന്ന് പറയുമ്പോൾ ബേസിലേക്ക് വരുന്ന റെസിസ്റ്റൻസും വോൾട്ടേജും എനിക്ക് വേണം. ഓക്കെ, അങ്ങനെ ഈ കാണുന്ന ഇൻപുട്ട് സെക്ഷനെ റെഡ്യൂസ് ചെയ്ത് ഇക്വലന്റ് റെസിസ്റ്റൻസും വോൾട്ടേജും കിട്ടാനായിട്ട് നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നത് തെവെനിൻസ് തിയറം ആണ്. വി ആർ ഗോയിങ് ടു യൂസ് തെവെനിൻസ് തിയറം. ഓക്കെ, തെവെനിൻസ് തിയറം ചെയ്യണമെങ്കിൽ ആദ്യം തന്നെ യു ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് വിച്ച് സെക്ഷൻ വി ആർ ടോക്കിംഗ് അബൌട്ട്. വി ആർ ടോക്കിംഗ് അബൌട്ട് ദ ഇൻപുട്ട് സെക്ഷൻ, ദാറ്റ് ഈസ് ദ സെക്ഷൻ ദാറ്റ് ലുക്സ് ഇൻ ടു ദിസ് പ്ലേസ്, ദാറ്റ് ഈസ് ബേസ്. ആ സെക്ഷൻ മാത്രമായിട്ട് ഞാനൊന്ന് എടുത്ത് വരച്ചിട്ടുണ്ട് ഇങ്ങോട്ട്. എടുത്ത് വരയ്ക്കുമ്പോഴത്തേക്ക് R1 R2 അങ്ങനെ തന്നെ വരച്ചു, R1 R2 അങ്ങനെ തന്നെ വരച്ചു. R1 എന്ന് പറയുന്നത് ബി സി സിയിലേക്കാണ് പോയേക്കുന്നത്. R1 എന്ന് പറയുന്നത് ഒരറ്റം പോയേക്കുന്നത് വി സി സിയിലേക്കാണ്. ആ വി സി സി ആണ് ഞാൻ തിരിച്ചിങ്ങോട്ട് വരച്ചത്. വി സി സിയുടെ നെഗറ്റീവ് ഗ്രൗണ്ട് ആയിരിക്കുമല്ലോ, അപ്പോൾ ആ ഗ്രൗണ്ട് ഞാൻ താഴോട്ട് തിരിച്ച് വരച്ചെന്നേ ഉള്ളൂ. വി സി സി ഈ കാണുന്ന വി സി സി തന്നെയാണ് ഈ വി സി സി. നത്തിങ് ഹാസ് ചേഞ്ച്ഡ്. ഓക്കെ, ജസ്റ്റ് എടുത്ത് വരച്ചപ്പോൾ തെവെനിൻസ് ചെയ്യാൻ വേണ്ടിയുള്ള സൗകര്യത്തിന് ഞാൻ ഇങ്ങനെ വരച്ചു, ഇത്രേ ഉള്ളൂ. ഓക്കെ, വി സി സി R1 R2 ബേസ്, അതായത് ഇൻപുട്ട്. ഓക്കെ, നമ്മുടെ സെറ്റപ്പ് റെഡിയാണ്. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടത്? തെവെനിൻസ് ഇക്വലന്റ് കണ്ടുപിടിക്കണം. തെവെനിൻസ് ഇക്വലന്റ് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കണമെങ്കിൽ വാട്ട് യു ഹാവ് ടു ഡു ഇസ് യു ഹാവ് ടു ഷോർട്ട് ദ voltage supplies and you have to open the current sources. Okay, all voltage sources have to be shorted and current sources have to be open circuit. But we have only voltage source here, so the voltage source here in question is VCC. ആ VCC നെ നമ്മൾ ഇതാ ഷോർട്ട് ചെയ്തു. ഡൺ. R1 R2 അങ്ങനെ തന്നെ. ഇവിടെ കറണ്ട് സോഴ്സ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്കൊന്നും ചെയ്യാനില്ല. ബേസിലേക്ക് നോക്കുമ്പോഴത്തേക്ക് നമ്മൾ കാണുന്ന റെസിസ്റ്റൻസ് എന്താണ്? R1 R2 കാണുന്നുണ്ട്. R1 R2 എന്ത് കണക്ഷൻ ആണ് ഇവിടെ? Obviously it is in parallel. See, they have the common point base here and the other point is ground for both of them, which is actually common again. അപ്പോൾ R1 പാരലൽ R2 ആണ് നമ്മൾ ബേസിലേക്ക് നോക്കുമ്പോൾ കാണുന്ന റെസിസ്റ്റൻസ്. R1 പാരലൽ R2 ആണ് ബേസിലേക്ക് നോക്കുമ്പോൾ കാണുന്ന റെസിസ്റ്റൻസ്. അതാണല്ലോ തെവെനിൻസ് ഇക്വലന്റ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. അപ്പോൾ നെറ്റ് എഫക്റ്റ് ഇസ് തെവെനിൻസ് ഇക്വലന്റ് റെസിസ്റ്റൻസ് RTH is equal to R1 parallel R2. ഓക്കെ, അങ്ങനെ തെവെനിൻസ് റെസിസ്റ്റൻസ് കിട്ടി, RTH കിട്ടി. ഇനി നമുക്ക് എന്താ വേണ്ടത്? യു നീഡ് ടു ഗെറ്റ് വോൾട്ടേജ്, isn't it? അപ്പോൾ നമുക്ക് RTH കിട്ടിക്കഴിഞ്ഞാൽ വോൾട്ടേജ് VTH കിട്ടണം. VTH കിട്ടാനായിട്ട് ലെറ്റ് us look at the circuit once more. ഞാൻ ഇൻപുട്ട് സെക്ഷൻ മാത്രമാണ് പ്രത്യേകം വരയ്ക്കുന്നത്. ഇൻപുട്ട് സെക്ഷൻ മാത്രമാണ് പ്രത്യേകം വരയ്ക്കുന്നത്. R1 R2 പിന്നെ ഇവിടെ VCC അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഈ R1 R2 എന്ന് പറയുന്നത് ഗ്രൗണ്ടിലേക്കാണ് പോയേക്കുന്നത്. ഓക്കെ, ഇൻ ദിസ് യു കെൻ സീ ദാറ്റ് the voltage at the base ആണ് നമുക്ക് വേണ്ടത്. that will be equal to VTH. okay, voltage at the base that is equal to VTH. voltage at the base എന്ന് പറഞ്ഞാൽ ഈ പോയിന്റ് ആണ്. from this circuit itself it is very obvious that VTH is the voltage at the point B, that is the base, and it is actually the voltage across R2. R2ന്റെ across ഉള്ള വോൾട്ടേജ് ആണ് VB എന്ന് പറയുന്നത് അല്ലേ? VB എന്ന് പറയുന്നത് ഈ വോൾട്ടേജ് ആണ്, അത് തന്നെയാണ് R2ന്റെ across ഉള്ള വോൾട്ടേജ് എന്ന് പറയുന്നത്. അപ്പോൾ VTH എന്ന് വെച്ചാൽ ഇറ്റ് ഇസ് ദ വോൾട്ടേജ് അക്രോസ് R2. R2 എന്ന് പറയുന്നത് ഇറ്റ് ഇസ് പാർട്ട് ഓഫ് ദ വോൾട്ടേജ് ഡിവൈഡർ സെറ്റപ്പ് ഹിയർ, isn't it? It is part of the voltage divider circuit here.
Therefore, I can write VTH is equal to VR2. What is VR2 equal to? VR2 is equal to supply voltage into R2 by R1 plus R2. Voltage divider rule pragaram VTH is equal to VCC into R2 by R1 plus R2 എന്ന് കിട്ടി. Simple. Okay. അപ്പോൾ നമുക്ക് RTH കിട്ടി, VTH കിട്ടി. Done. VB is equal to VR2, that is equal to VCC into R2 by R1 plus R2. Okay. Now, when you are applying the Thevenin's theorem, what you got is VTH and RTH. RTH is equal to R1 parallel R2 and VTH is equal to VCC into R2 by R1 plus R2. Okay. നമ്മൾ ഈ സർക്യൂട്ടിൽ ഒരു അസംഷൻ എടുക്കുന്നുണ്ട്. I1 is equal to I2 plus IB ആണ് സർക്യൂട്ടിൽ. പക്ഷെ IB ഒത്തിരി ചെറുതായതുകൊണ്ട് I1 approximately equal to I2 എന്നുള്ള ഒരു അസംഷൻ നമുക്ക് എടുക്കാവുന്നതാണ്. ഓക്കെ. ദെൻ നമ്മുടെ സർക്യൂട്ട് എങ്ങനെ വരും? നമ്മളെ ഇൻപുട്ട് ലൂപ്പ് ഒന്നുകൂടെ ഒന്ന് നോക്കിയേ. ഇൻപുട്ട് സെക്ഷനിൽ നമ്മൾ എന്താ ഇപ്പോൾ ചെയ്തത്? ദിസ് വാസ് ദ ഇൻപുട്ട് സെക്ഷൻ. ഇൻപുട്ട് സെക്ഷനിൽ നമ്മളിപ്പോൾ എന്ത് ചെയ്തു? VTHും അപ്ലൈ ചെയ്തു, RTHും അപ്ലൈ ചെയ്തു, സോറി കണക്ട് ചെയ്തു. So you have VTH and RTH. This resistance is RTH. Okay, base resistance എന്ന് ഉദ്ദേശിക്കുന്നത് RTHനെയാണ്. Right. So when you apply the KVL, Kirchhoff's voltage law in the input loop, എന്താ നമുക്ക് കിട്ടുക? VTH minus voltage across RTH, that is equal to IB RTH minus VBE. Okay, polarity സർക്യൂട്ടിൽ നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും. Polarity VTH എന്ന് പറയുന്നത് ഇറ്റ് ഇസ് റൈസ് ഇൻ ടെമ്പറേച്ചർ, റൈസ് ഇൻ വോൾട്ടേജ്. ദെൻ RTHന്റെ അക്രോസ് ഉള്ള വോൾട്ടേജ് എന്ന് പറയുമ്പോൾ കറണ്ടിന്റെ ഡയറക്ഷൻ ഈ കാണിച്ചിരിക്കുന്നത് പോലെയാണ്. അപ്പം fall in വോൾട്ടേജ് ആണ്. അതുപോലെ VBE നോക്കുമ്പോഴോ അതും fall in വോൾട്ടേജ് ആണ്. ഡയറക്ഷൻ ഓഫ് ദ കറണ്ട് നോക്കിയാൽ മനസ്സിലാവും. അതുപോലെ REയുടെ അക്രോസ് ഉള്ള വോൾട്ടേജും fall in വോൾട്ടേജ്. അപ്പോൾ ബാക്കിയെല്ലാം നെഗറ്റീവ് ആണ്, VTH മാത്രം പോസിറ്റീവ്. സോ യു റൈറ്റ് VTH മൈനസ് IB RTH മൈനസ് VBE minus IERE, that is voltage across emitter resistance RE. Okay. ഈ ഇക്വേഷനിൽ നിന്ന് അടുത്തത് നമുക്കൊന്ന് റീഅറേഞ്ച് ചെയ്യാം. VTH മൈനസ് IB RTH മൈനസ് VBE മൈനസ് IE എന്നുള്ളത് ഇറ്റ് ഇസ് ഓൾവേസ്, വി ഓൾവേസ് നോ ദാറ്റ് IE ഈസ് ഈക്വൽ ടു IB പ്ലസ് IC. എമിറ്റർ കറണ്ട് ആണ് ബേസ് കറണ്ട് ആയിട്ടും കളക്ടർ കറണ്ട് ആയിട്ടും സ്പ്ലിറ്റ് ചെയ്ത് പോകുന്നത്. ഓക്കെ, അതുകൊണ്ട് നമുക്ക് ആ സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്യാം. IE ഈസ് ഈക്വൽ ടു IB പ്ലസ് IC. ഓക്കെ, ഇത്രയും ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് വൺസ് അഗെയിൻ കറണ്ടിനെ ഐസൊലേറ്റ് ചെയ്തെടുക്കാം. IB എന്ന കറണ്ടിനെ നമുക്കിവിടെ ഐസൊലേറ്റ് ചെയ്യാം. ഇവിടെ IB ഉണ്ട്, ഇവിടെ IB ഉണ്ട്. അപ്പോൾ ഇതിനെ രണ്ടിനെയും കൂടെ കമ്പൈൻ ചെയ്യുമ്പോൾ IB ഇൻറ്റു RTH പ്ലസ് RE. ഓക്കെ, ഇൻറ്റു IB. ബാക്കിയെല്ലാം അതുപോലെ തന്നെ എഴുതി. ആൻഡ് വയോല യു ഗെറ്റ് ദ ഫൈനൽ സ്റ്റെപ്പ്, ദാറ്റ് ഇസ് IB ഈസ് ഈക്വൽ ടു VTH മൈനസ് VBE മൈനസ് ICRE by RTH plus RE, where all of us know that RTH is equal to R1 parallel R2, okay, and VTH is equal to VCC into R2 by R1 plus R2. Okay, this is something that we have already derived. Now we have come to the output section, analysis of output section. Input section analysis കഴിഞ്ഞു, IB ക്കുള്ള equation കിട്ടി. ഇനി നമുക്ക് output section നോക്കാം. VCC, RC, ട്രാൻസിസ്റ്റർ BJT ഉണ്ട്, പിന്നെ ഇവിടെ ഒരു എക്സ്ട്രാ എമിറ്റർ റെസിസ്റ്റൻസ് ഉണ്ട്. ഇതാണ് നമ്മുടെ ഔട്ട്പുട്ട് സെക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ലെറ്റ് us analyze it. Once again, what will we do? We start with the KVL എടുത്തു. VCC minus, okay, VCC minus voltage across RC, that is ICRC, minus voltage across collector emitter terminals, that is VCE, minus voltage across RE, that is IERE, is equal to 0. റീഅറേഞ്ച് ചെയ്യുക, VCEക്കുള്ള ഇക്വേഷൻ കിട്ടും. VCE is equal to VCC minus ICRC minus IERE. ഇവിടെയും നമുക്ക് IEക്ക് പകരം അപ്രോക്സിമേറ്റ്ലി, IE എന്ന് പറയുന്നത് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു IE ആണ്. കുറച്ചുകൂടെ അക്യുറേറ്റ് ആയിട്ട് എഴുതണമെങ്കിൽ യു ഹാവ് ടു റൈറ്റ് ഇറ്റ് ആസ് IC ഈക്വൽ ടു IE ആണ് അപ്രോക്സിമേറ്റ്ലി. പക്ഷെ എക്സാക്റ്റ് ആയിട്ട് എഴുതണമെന്നുണ്ടെങ്കിൽ IE is equal to IB plus IC എന്ന് തന്നെ എഴുതണം. ഓക്കെ, ഇവിടെ ഇപ്പോൾ എടുത്തിരിക്കുന്ന അസംഷൻ IE is equal to IC എന്നുള്ള അസംഷൻ ആണ് ഇവിടെ എടുത്തേക്കുന്നത്. ഓക്കെ, സിൻസ് യു ഓൾറെഡി ഹാവ് IC ഹിയർ. VCE is equal to VCC minus IC into RC plus RE എന്ന് കിട്ടി. കോമൺ ആയിട്ട് IC എടുത്തപ്പോഴത്തേക്ക് എടുത്ത അസംഷൻ എന്താണ്? IC equal to IE. So that ends the analysis of voltage divider circuit. അങ്ങനെ നമ്മൾ അനാലിസിസ് ഓഫ് ഇൻപുട്ട് സെക്ഷൻ ചെയ്തു, ഔട്ട്പുട്ട് സെക്ഷനും ചെയ്തു.
ഇൻപുട്ട് കറണ്ടും ഔട്ട്പുട്ട് വോൾട്ടേജും കറണ്ടും നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റി. And that's all for voltage divider circuit. I hope it is clear to you guys. Please read the textbook for sure. Okay, the materials വായിക്കണം. And that's it. Thank you.